ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ച് ഉണക്കക്കപ്പ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇത് ഞാൻ ഒരു മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിനകത്തിട്ട് നല്ല കൊവുത്തിയിട്ടുണ്ട്, നന്നായിട്ട് കൊവുത്തണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പുഴുങ്ങി ഉണക്കാത്ത കപ്പ ആയതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഇതാക്കിയാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് 3-4 വെള്ളം കഴിയ ശേഷം കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് 2-3 കാന്താരി മുളകും അതുപോലെ കുറച്ച് ജീരകവും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മരിച്ചി നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് അത് മാറ്റി നമുക്ക് കുക്കറിലോട്ട് ഇടാം. അപ്പം നല്ല വേഗമുള്ളതാണല്ലോ. അപ്പം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ അതിനകത്ത് ഊറ്റിയെടുത്ത് കുക്കറിനകത്ത് ഇട്ട ശേഷം അതിനകത്തോട്ട് കുറച്ച് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഈ അരപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് 2-3 വിസിലൊന്ന് കേൾപ്പിച്ചെടുത്ത ശേഷം കണ്ടോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കട്ടിയുള്ള സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വെന്ത് നമ്മൾ ഉടച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായി നമുക്ക് മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് മീൻകറി ഉണ്ടായിരുന്നു. അപ്പം നല്ല ഉടച്ച ഉണക്കക്കപ്പയും അതുപോലെ നല്ല മീൻകറി, തേങ്ങ അരച്ച് വെച്ച നല്ല മീൻകറിയും കൂട്ടി അങ്ങനെ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്